ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നതേ നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കയറിയ ഒരു സ്ഥലത്തിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ECR ഉള്ള ആലംപാറൈ ഫോർട്ടിലാണ് കേട്ടോ. ഇത് വന്നിട്ട് മുഗൾ കാലഘട്ടത്തിൽ, അതായത് മുഗൾ എംപറേഴ്സിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഭയങ്കര തിരക്കേറിയ ഒരു തുറമുഖവും അതുപോലെ തന്നെ ഈ എക്സ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ഒരു വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കോട്ടയാണിത്. നമ്മുടെ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വന്നിട്ട് നമുക്ക് ഇവിടെ ഈ കോട്ടയുടെ തകർന്ന മതിലുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിന് തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമാണ് കേട്ടോ ഉള്ളത്. അതിന്റെ കൂടെ അവിടുത്തെ പ്രകൃതി ഭംഗിയും കൂടെ ആകുമ്പോൾ നല്ല ഒരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ ആർക്കിയോളജിക്കൽ പരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന് ഉൾവശം. വേറൊന്നുമില്ല കാണാനായിട്ട്. ഇങ്ങനെ ചുറ്റും ആ കോട്ടയുടെ തകർന്ന മതിലുകളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ കോട്ടയുടെ ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ കാണാൻ സാധിക്കും. മുൻപ് ഈ ഒരു കോട്ടയിൽ നിന്ന് കടലിലേക്ക് ഒരു 100 മീറ്റർ നീളമുള്ള ഒരു ഡോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഡോക്കിൽ ത്രൂ ആയിരുന്നു അന്നത്തെ ആ ഒരു വാണിജ്യ വ്യവസായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് കയറ്റുമതി ഇറക്കുമതി സംഭവങ്ങളൊക്കെ അതിലൂടെ ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് തമിഴ് മൂവീസിന്റെ ലൊക്കേഷൻ ആയിട്ടൊക്കെ ഈ ഒരു സ്ഥലം വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വിക്രം അഭിനയിച്ച പിതാമകൻ മൂവി ഉണ്ടല്ലോ, ആ സിനിമയിൽ ഒരു പാട്ടിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരെ നടന്ന് ആ ഒരു കോട്ടയ്ക്ക് ഉള്ളിലൂടെ നടന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ അവിടെ എന്താണെന്ന് നോക്കാൻ പോവാണ്. അതിന്റെ ഒരു സൈഡിലായിട്ട് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സൈഡില് അകത്തൊക്കെ അതിന് ബാക്ക് സൈഡിലോട്ടൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. പക്ഷെ എന്താ പറയാ, ഒരു ഭയങ്കര കാമിങ് ആണ് കേട്ടോ അവിടെ. നല്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ഒക്കെ ആക്കി അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു ഗൈഡിനെയൊക്കെ നിർത്തുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. നമുക്ക് ഇതിപ്പോ ഇത് കണ്ടപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എന്താ പറയാ, അതിന്റെ ചരിത്രമൊക്കെ പിന്നീട് വന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് നമുക്ക് ഇത്രയൊക്കെ പ്രാധാന്യമുള്ളൊരു കോട്ടയാണ് അതെന്ന് മനസ്സിലായത്. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ ആരെങ്കിലും ടൂറിസം വകുപ്പിൽ നിന്ന് നിർത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നി കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും തകർന്നു പോയ ഒരു ഡോക്കിന്റെ ഇത് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എന്താ പറയാ, നമുക്ക് അവിടെ നിന്ന് ഇതാ പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ട് വരായിരുന്നു. കാമിങ് ആയിരുന്നു കേട്ടോ. അത് വേറെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.